മഴക്കെടുതിയിൽ വീടുകളിൽ വെള്ളം കയറിയാൽ അന്തേവാസികളെ കടപ്പുറം ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന് NK അക്ബർ MLA. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിലാണ് MLA നിർദ്ദേശം ഉന്നയിച്ചത്. കാനകളിൽ അടഞ്ഞുകൂടിയ മാലിന്യങ്ങളും മറ്റ് തടസ്സങ്ങളും നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികൃതർ മുൻകൈ എടുക്കണമെന്നും ശാശ്വതമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ കാനകളിലെ അധിക വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്ക് ഒഴുകുന്നതിനാൽ വീടുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നുണ്ടെന്ന് യോഗത്തിൽ പരാതി ഉയർന്നു. ഇത് ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. വലിയ തോട് സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ MLA നിർദ്ദേശിച്ചു. ചാവക്കാട് PWD ഗസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ NK അക്ബർ MLA അധ്യക്ഷനായി. തഹസിൽദാർ KT ബാബു, ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചാവക്കാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KH സലാം, യതീന്ദ്രദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM മനാഫ്, സേവിയർ പുലിക്കോട്ടിൽ, PM താഹിർ, ജിൽസി ബാബു, ഹസൻ തളിക്കശ്ശേരി, സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നമ്മുടെ കൈവശം റവന്യൂ പൊതുജന വിഭാഗത്തിന്റെ കൈവശം കഴിഞ്ഞ തുടങ്ങിയ 200 മേലെ ആളുകൾക്ക് താമസിക്കാൻ കഴിയാവുന്ന ഷെൽട്ടർ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ആളുകൾക്ക് മലമൂത്ര വിസർജനവും കുളിക്കാനുള്ള സൗകര്യമുള്ള സംവിധാനമുണ്ട്. ആളുകൾക്ക് കിടക്കാൻ ആവശ്യമായ സൗകര്യങ്ങളുണ്ട്. എല്ലാം ഉണ്ട്, ഷെൽട്ടറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ ഷെൽട്ടറിലാണ് മാറ്റുന്നത്. ചാവക്കാട് കടപ്പുറത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഷെൽട്ടർ അതിനുവേണ്ടി, അതാണ് ഷെൽട്ടർ എന്ന് പറഞ്ഞതിന് അതിനാണ്. ഒരാളും ഒരു സ്കൂളിലേക്ക് ക്യാമ്പ് തുടങ്ങാൻ പാടില്ല. എന്താണ് സ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയതെന്ന് പറയാൻ കാരണം, സ്കൂളുകൾ കുട്ടികൾക്ക് പഠിക്കാനാണ്. അത് നമ്മൾ തടസ്സപ്പെടുത്തണ്ട.